മലപ്പുറം നിലമ്പൂരിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ നടു റോഡിൽ കയ്യാങ്കളി. 2 ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 6 ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സമയത്തെ ചൊല്ലിയാണ് ഇരു ബസ്സുകളിലെയും ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായത്. ജംഷീർ കോടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ഈ സമയത്തെ ചൊല്ലി സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള ഈ തർക്കം പതിവാണ്. പക്ഷേ ഇവിടെ നിലമ്പൂരിൽ ആ തർക്കം ഒരൽപ്പം അതിരുകടക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ദിവ്യ, ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോട് കൂടി നിലമ്പൂർ നഗരത്തിലെ തന്നെയുള്ള പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇത്തരത്തിൽ ഇരു ബസ്സുകളുടെയും ജീവനക്കാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ഈ ബസിന്റെ സമയതർക്കം സംബന്ധിച്ച് ജില്ലയിൽ നിന്ന് പലയിടങ്ങളിലും സമാനമായ രീതിയിലുള്ള വാക്പോരുകളും മറ്റൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്നലെ ഇരു ബസ്സിലെയും തൊഴിലാളികൾ ബസ് നിർത്തി പരസ്പരം വാക്പോരുണ്ടായി ആദ്യം. പിന്നീട് അത് ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഒരുപാട് സമയം ഈ 2 ബസ്സുകളും അവിടെ നിർത്തിയിട്ട് ഈ ബസ്സിലെ ജീവനക്കാർ തമ്മിൽ പരസ്പരം പോരടിക്കുകയും കയ്യാങ്കളി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായെന്നുള്ളത്. അതോടുകൂടി യാത്രക്കാരും മറ്റു വാഹനങ്ങളൊക്കെ അവിടെ നടുറോഡിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 ബസ്സിലും നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. 2 ബസ്സുകളിലെയും ജീവനക്കാർ തമ്മിലാണ് കയ്യേറ്റം ഉണ്ടായത്. അതായത് ഈ മക്ക അതുപോലെ കിസാൻ എന്ന പേരുള്ള 2 ബസ്സിലും ഈ 2 ബസ്സേയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ബസ്സിലെ 6 ജീവനക്കാരെയും പോലീസ് നിലമ്പൂർ പോലീസ് 6 ജീവനക്കാർക്കെതിരെയും നിലമ്പൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതായത് പൊതുനിരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും സംഘർഷം ഉണ്ടാക്കിയതിനും എതിരെയാണ് ഇപ്പോൾ 6 ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലമ്പൂർ ഡിവൈഎസ്പി പി സാജു എബ്രഹാമാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ഈ സമയത്തെ ചൊല്ലിയുള്ള വാക്കേറ്റം സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അത് കയ്യാങ്കളിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നിലമ്പൂരിൽ ഉണ്ടായത്. 2 ബസ്സിലെ ആളുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം നടു റോഡിൽ ബസ് നിർത്തിക്കൊണ്ട് വാക്കേറ്റം ഉണ്ടായി. പിന്നീട് കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു തക്കതായ താക്കീത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ബസ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡിൽ ഇത്തരത്തിലുള്ള കയ്യാങ്കളികൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ദിവ്യ.